നമസ്കാരം. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തനിൽ ഏവർക്കും അവിശ്വാസം. ഭരണപക്ഷവും അവിശ്വാസം പ്രകടിപ്പിച്ചതോടെ നഗരസഭാ ചെയർമാൻ ഇന്ന് പുറത്താകും. പാലാ നഗരസഭാ ചെയർമാനെതിരെ ഭരണപക്ഷത്തെ ഭൂരിപക്ഷാംഗങ്ങൾ ഒന്നാകെ രാജി ആവശ്യപ്പെട്ടതോടെ ചെയർമാൻ ഷാജു തുരുത്തൻ പുറത്തേക്ക്. ഇന്നു രാവിലെ 11-ന് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ ചെയർമാൻ ഷാജു എത്തിയേക്കില്ല. ഭരണപക്ഷത്തെ ധാരണയും കരാറും ലംഘിച്ച് ചെയർമാൻ സ്ഥാനത്ത് തുടരുവാൻ നടത്തിയ നീക്കമാണ് ഭരണപക്ഷത്തെ മുഴുവൻ അംഗങ്ങളും ഒറ്റക്കെട്ടായി ഇന്നലെ രാജി ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷം വളരെ തന്ത്രപരമായിട്ടാണ് അവിശ്വാസം കൊണ്ടുവന്നത്. പ്രതിപക്ഷ അവിശ്വാസത്തെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഭരണപക്ഷം എതിർക്കുകയും വീണ്ടും ഒരു അവിശ്വാസത്തിന് ഇനി 6 മാസം ഇടവേള കിട്ടുകയും അത്രയും കാലം കൂടി ചെയർമാൻ സ്ഥാനത്ത് തുടരുവാൻ ഷാജു തുരുത്തിന് അവസരം ലഭ്യമാക്കുക എന്നതുമായിരുന്നു പ്രതിപക്ഷ ലക്ഷ്യം. ഈ അന്തർധാരയുടെ ഇരയായതാണ് ഷാജുവിന് വിനയായതെന്ന് ഭരണപക്ഷം പറയുന്നു. പാർട്ടിയിലും മുന്നണിയിലും ഒരാളുടെയും പിന്തുണ ലഭിച്ചതുമില്ല. നഗരസഭാ ഭരണത്തിൽ LDF-ന്റെയും കേരള കോൺഗ്രസിന്റെയും താൽപര്യത്തിന് വിരുദ്ധമായി ചില പ്രതിപക്ഷ കൗൺസിലർമാരുടെ താൽപര്യം സംരക്ഷിക്കുവാൻ ഷാജു തുരുത്തൻ ഇടപെട്ടതായി ഭരണപക്ഷം പരസ്യമായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സിനിമാ ഷൂട്ടിങ്ങിനായി പ്രതിപക്ഷ കൗൺസിലറുടെ താൽപര്യപ്രകാരം സ്റ്റേഡിയം വിട്ടുകൊടുത്തതും അരുണാപുരം മരിയൻ ബസ് സ്റ്റോപ്പ് നിർത്തലാക്കിയതും തെളിവായി ഭരണപക്ഷവും പാർട്ടിയും ചൂണ്ടിക്കാട്ടുന്നു. കേരള കോൺഗ്രസിന്റെ ആജന്മ ശത്രുക്കളുടെ കെണിയിൽപ്പെടുകയായിരുന്നു ഷാജു തുരുത്തനെന്ന് കേരള കോൺഗ്രസ് എം ആരോപിച്ചു. മുൻഗാമികൾ പാലിച്ച ധാരണയും കരാറും തുരുത്തൻ പാലിക്കാതെ പാർട്ടിയെയും മുന്നണിയെയും വെല്ലുവിളിക്കുകയായിരുന്നുവെന്നും കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാട്ടി. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും പാർട്ടി നേതാവ് റോഷി അഗസ്റ്റിനും നടത്തിയ സമവായ ശ്രമങ്ങളോടും വിയോജിക്കുകയാണുണ്ടായത്. BMTV ന്യൂസ്, പാലാ.